കണ്ണൂർ താളിക്കാവിലെ അപ്പാർട്ട്മെന്റിൽ സുഹൃത്തിനൊപ്പം കഴിയുന്നതിനിടയിലാണ് ആയിങ്കയെ പിടികൂടിയത്. ആയിങ്കയുടെ സുഹൃത്തും കസ്റ്റഡിയിലുണ്ട്. മൂവാറ്റുപുഴ ഡിവൈഎസ്പി KR മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം കണ്ണൂരിലെത്തി. ഓവർ കോൺഫിഡൻസ് അല്ല ഇവരെ പിടിക്കട്ടെ. വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇതിനപ്പുറം വേറൊന്നുമില്ല. ഇനി നശിപ്പിച്ച ആളായതുകൊണ്ട് നശിപ്പിച്ച ആളല്ലേ പോലീസിനെ പിടികൂടാൻ പറ്റുമെന്ന് വിചാരിച്ചു. കേരള പോലീസിന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പിടികൂടുന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ഈ പോസ്റ്റുകളൊക്കെ ഇട്ടത്. തീർച്ചയായും മുഹമ്മദ് സൈഫുല്ല വിവരങ്ങൾ നൽകും. സൈഫുല്ല, അപ്പോൾ മൂവാറ്റുപുഴ പോലീസാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസാണ്. ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്മേലാണ് ഇനി തുടർ നടപടിക്കായി ആയെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്. അതിനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ജിൽസി, കോതമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായിട്ട് അർജുൻ ആയിങ്കയെ അന്വേഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ആ സംഘത്തിലെ 2 പേരെയാണ് കണ്ണൂരിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആയിങ്കയുടെ കാര്യത്തിൽ ആയിങ്കയെ കണ്ണൂർ സൈബർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ പേരിലാണ് നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ജാമ്യം ലഭിക്കാത്ത വകുപ്പാണ്. ഇന്നിപ്പോൾ കോടതി ഇല്ലാത്തതുകൊണ്ട് അർജുൻ ആയിങ്കയെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കും. അവിടെ നിന്ന് അർജുൻ ആയിങ്കയെ റിമാൻഡ് ചെയ്യും എന്നാണ് പോലീസ് പറയുന്നത്. ഒരുപക്ഷെ അവിടെ നിന്ന് അർജുൻ ആയിങ്കയ്ക്ക് ജാമ്യം ലഭിച്ചാൽ അർജുൻ ആയിങ്കയെ മൂവാറ്റുപുഴ പോലീസിന് കൈമാറാനാണ് കണ്ണൂർ സിറ്റി പോലീസിന്റെ തീരുമാനം. അതിനുവേണ്ടിയിട്ടാണ് അർജുൻ ആയിങ്കയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് മൂവാറ്റുപുഴയിൽ നിന്നുള്ള പോലീസ് സംഘം കണ്ണൂരിലെത്തിയത്. ഒരുപക്ഷെ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ അർജുൻ ആയിങ്കയെ റിമാൻഡിലേക്ക് പോകും. അങ്ങനെ റിമാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പിന്നീട് കോതമംഗലം പോലീസിന് അർജുൻ ആയിങ്കയെ പിടികൂടണമെങ്കിൽ അത് കോടതി മുഖാന്തരം മാത്രമേ സാധിക്കുകയുള്ളൂ. കോടതിയിൽ ഒരു പ്രൊഡക്ഷൻ വാറന്റ് കൊടുക്കണം കോതമംഗലം പോലീസ്. അതിനുശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അർജുൻ ആയിങ്കയെ ഈ കോതമംഗലം ആ പരിധിയിൽ വരുന്ന സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഏത് കോടതിയാണോ ആ കോടതിയിൽ ഹാജരാക്കും. അവിടെ നിന്ന് മാത്രമേ കോതമംഗലം പോലീസിന് അർജുൻ ആയിങ്കയെ വാങ്ങാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും അർജുൻ ആയിങ്കയെ റിമാൻഡ് ചെയ്യും എന്ന് തന്നെയാണ് പോലീസ് തർപ്പിച്ചു പറയുന്നത്. കാരണം നോൺ വൈലബിൾ ആണ് അർജുൻ ആയിങ്കയ്ക്കെതിരെ ചുമത്തിയത്. 5ഓളം വകുപ്പുകളുണ്ട്. അതിൽ ആഭ്യന്തരമന്ത്രിയെ ഭീഷണിപ്പെടുത്തുക, അധിക്ഷേപിക്കുക, സമൂഹത്തിൽ ഒരു കലാപമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പ്രകോപനപരമായ പോസ്റ്റ് ഇടുക തുടങ്ങിയ വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയത്. കണ്ണൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ പരാതിയിലാണ് കണ്ണൂർ സൈബർ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തത്. ഇന്ന് പുലർച്ചെ കണ്ണൂർ താളിക്കാവിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ഒളിവിൽ കഴിയുകയായിരുന്ന അർജുൻ ആയിങ്കയെ സാഹസികമായിട്ടാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. തളിപ്പറമ്പിൽ ഒളിവിലായിരുന്ന അർജുൻ ആയിങ്കി ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ അപ്പാർട്ട്മെന്റ് എത്തിയത്. അർജുൻ ആയിങ്കയുടെ സുഹൃത്തായ അഭിഭാഷക ദമ്പതികൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റാണിത്. അവിടെ എത്തി എന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് എല്ലാ നിയമപരമായിട്ടുള്ള നടപടികളും പൂർത്തിയാക്കിയാണ് അർജുൻ ആയിങ്കയെ പിടികൂടാൻ വേണ്ടി എത്തിയത്. അവിടെ നിന്ന് അർജുൻ ആയിങ്കയെ ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കാം എന്നുള്ള ഒരു സൂചന ഉള്ളതുകൊണ്ട് തന്നെ ആ അപ്പാർട്ട്മെന്റ് മുന്നിൽ പോലീസുകാരെ നിരീക്ഷണത്തിന് നിർത്തിയിരുന്നു. അങ്ങനെ അർജുൻ ആയിങ്കയുടെ നീക്കം നിരീക്ഷിക്കാൻ ആളുകളുണ്ടായിരുന്നു. അർജുൻ ആയിങ്കി അവിടെ നിന്ന് ആ അപ്പാർട്ട്മെന്റ് വിട്ടുപോകില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഈ അപ്പാർട്ട്മെന്റ് പരിശോധിക്കാനുള്ള സെർച്ച് വാറന്റ് ഉൾപ്പെടെ പോലീസ് തയ്യാറാക്കിയത്. മാത്രമല്ല കണ്ണൂർ നഗരമധ്യത്തിലായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും ആൾക്കൂട്ടം ഉണ്ടാവാനും ഒരു സംഘർഷ സാധ്യതയൊക്കെ കണക്കിലെടുത്ത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയൊക്കെ നിരന്തരം പോസ്റ്റുകൾ എഴുതുന്ന ആളാണ്. മാത്രമല്ല ആഭ്യന്തരമന്ത്രിക്കെതിരെ വിമർശനം നടത്തിയതിൽ ഈ അർജുൻ ആയിങ്കയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഭീഷണിയൊക്കെ ഉണ്ട്. അപ്പോൾ പ്രതിഷേധമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കണക്കിലെടുത്ത് ആളൊഴിഞ്ഞ സമയത്ത് ഈ നടപടി തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു പോലീസിന്റെ തീരുമാനം. അങ്ങനെയാണ് ഇന്ന് പുലർച്ചെ 2:30 ശേഷം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ അർജുൻ ആയിങ്കയെ താളിക്കാവിലെ അപ്പാർട്ട്മെന്റിൽ വെച്ച് പിടികൂടിയത്. പോലീസ് കമ്മീഷണർ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഓടിച്ചിട്ട് പിടിച്ചു എന്നുള്ളതാണ്. അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ കുറച്ച് ദിവസങ്ങളായി, അതായത് 2 ദിവസമായി പോലീസിനെ ഇട്ട് ഓടിക്കുകയായിരുന്നു. സംസ്ഥാനത്തൊട്ടാകെയുള്ള പോലീസ് സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പോലീസുകാരെ ഇട്ട് ഓടിക്കുകയായിരുന്നു അർജുൻ ആയിങ്കി. ആ ഒരു ഓടിച്ച് പിടിച്ചു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പിടികൂടി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. വൈദ്യപരിശോധന പൂർത്തിയാക്കി. പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്തത് സൈബർ പോലീസ് സ്റ്റേഷനിലായതുകൊണ്ട് സൈബർ SHO വന്ന് ആ സ്റ്റേഷനിലെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തി
പൂർത്തീകരിച്ച് കണ്ണൂർ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് അർജുൻ ആയിങ്കി എത്തിച്ചിട്ടുണ്ട്. ഇവിടെ അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് നടപടികളിലേക്ക് നീങ്ങുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഇയാളെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നാണ് അർജുൻ ആയിങ്കിക്ക് ജാമ്യം ലഭിക്കുമോ അല്ലെങ്കിൽ റിമാൻഡിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്താലും കോതമംഗലം പോലീസ് കണ്ണൂരിലെത്തിയിട്ടുണ്ട്. കോതമംഗലം പോലീസ് അർജുൻ ആയിങ്കിയെ പിടികൂടി കോതമംഗലത്തേക്ക് കൊണ്ടുപോകും. പിന്നീട് നിയമ നടപടികളൊക്കെ അവിടെ വെച്ചായിരിക്കും. അർജുൻ ആയിങ്കി എന്തായാലും ഈ കുറച്ചു ദിവസം ജയിൽ അഴിക്കുള്ളിലാകും എന്നുള്ള കാര്യം തീർച്ചയാണ് ജിൽസി. യെസ്, അത് തന്നെയാണ്. എന്തായാലും വലിയ നിയമ നടപടികളാണ് അർജുൻ ആയിങ്കിയെ കാത്തിരിക്കുന്നത്. മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്കൊക്കെ പോലീസ് കടക്കുക.